ഹലോ, രാവിലെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയേക്കാം അല്ലേ? ചപ്പാത്തി നാശർ പറഞ്ഞു, എന്നും ചപ്പാത്തി ആയ ശരിയാകത്തില്ലോ, നമുക്ക് ഇന്ന് ഇടിയപ്പം ആയിക്കോട്ടെ. ഒത്തിരിയായി ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നമുക്ക് വെള്ളം തിളയ്ക്കാൻ വെക്കാം. വെള്ളം വെക്കുമ്പോൾ ഞാൻ ഉപ്പും ഇടും, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കും, അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കും. ഇപ്പം ഞാനൊരു ശകലം നെയ്യും ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാൻ പോവാം. ഒരു അര സ്പൂൺ വീതം മതി. കുറച്ച് ആവശ്യത്തിന് ഉപ്പും. ബാക്കി പിന്നെ കാണാം കേട്ടോ. ഓക്കെ. വെള്ളമൊക്കെ തിളച്ചു. അപ്പച്ചെമ്പിലെ വെള്ളം തിളച്ചു, ചൂടായി. നമ്മുടെ വാഴയില തട്ടേ വെച്ച് കൊടുത്തു. ഇടിയപ്പം ഞെക്കിയിടുന്നു. തേങ്ങ ഇടട്ടെ. നല്ല സോഫ്റ്റ് കേട്ടോ. എനിക്ക് ഈ ഫോൺ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടേ എൻ്റെ കൈ അതേ സ്റ്റാൻഡിൽ തട്ടുന്നു, ഗ്രില്ലേ തട്ടുന്നു. എനിക്ക് നിൽക്കാനായിട്ട് പറ്റുന്നില്ല സൗകര്യമായിട്ട്. കണ്ടല്ലേ, സോഫ്റ്റാണ്. നല്ല മണവും രുചിയും വരും. നമ്മൾ നെയ്യും വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ കട്ടി വരാതെ നല്ല സോഫ്റ്റായിട്ടിരുന്നോണ്ട് ടേസ്റ്റ് വരും, നല്ല മണം വരും. പിന്നെ വാഴയില ആയതുകൊണ്ട് നല്ല മണമാണ്. ഇനി അടുത്ത തട്ട് വെച്ച് കൊടുക്കാം. ഈ തട്ട് മുട്ടുമോ നോക്കട്ടെ. മുട്ടും. അപ്പോൾ നമുക്ക് ഈ തട്ട് വെച്ച് കൊടുക്കാം. അതിൻ്റെ ആവശ്യമുള്ളൂ. ഈ വാഴയില വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിഴിഞ്ഞ് വെച്ചു. ഇനി നമുക്ക് തേങ്ങ ഇടാം. എനിക്കാണെങ്കിൽ നല്ലതായിട്ട് തേങ്ങ വേണം. പുട്ടിനാന്നേലും ഇടിയപ്പത്തിനാന്നേലും ഗോതമ്പടയ്ക്കാന്നേലും എല്ലാം തേങ്ങ വേണം. ഇതിപ്പോൾ നമുക്കിനി മുട്ടക്കറിക്ക് അരയ്ക്കാൻ കുറച്ച് വേണമല്ലോ. അതുകൊണ്ട് ഞാൻ കുറേശ്ശെ വെക്കുക. ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ ഓർക്കണ്ട കട്ടിയാണെന്നൊന്നും കേട്ടോ. കണ്ടോ, നല്ല സൂപ്പർ സോഫ്റ്റാണ്. ഇനി മൂടി വെക്കട്ടെ. അവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്കിനി അടുത്ത പരിപാടി നോക്കാം. ഈ അപ്പച്ചമ്പ് എനിക്ക് അമ്മ യൂട്യൂബിന് വേണ്ടി സ്പോൺസർ ചെയ്ത, ഞാൻ മറന്നുപോയി പറയാം. പക്ഷേ അപ്പച്ചമ്പ് നമ്മൾ ഇതുവരെ അങ്ങനെ ഒന്നിനും എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു വീഡിയോയിൽ. അതുകൊണ്ടാണ് മറന്നുപോയത്. ഇതുകൊണ്ട് വേറൊരു വലിയ അപ്പച്ചമ്പ് മേടിച്ചു തന്നു. യൂട്യൂബിന് വേണ്ടി 2 അപ്പച്ചമ്പ് അമ്മ വാങ്ങിച്ചു തന്നു. അമ്മേനെ ദൈവം അനുഗ്രഹിക്കട്ടെ, ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. ഇടിയപ്പം റെഡി ആയിട്ടുണ്ടേ. അത് ഞാനിനി വാങ്ങി വെക്കാൻ പോവാം. ഇനി മുട്ടയ്ക്കുള്ളതാണ്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കഴിയുമ്പോൾ പച്ചമുളകും സവാളയും വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇടുക. ഇത്രയും സാധനം അരച്ചെടുക്കണം. തേങ്ങ ഉണ്ട്, ഒരു നുള്ള് ഗരം മസാല, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കാശ്മീരി, ഒരു നുള്ള് എരിവുള്ള മുളക് പൊടി, ഒരു നുള്ള് പെരിഞ്ചീരകം, 2 കുഞ്ഞ് വെളുത്തുള്ളി, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, 2 ചുവന്നുള്ളി അത് കീറി വെച്ചിരിക്കുക, അതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ 1/2 ടീസ്പൂൺ നമ്മളുടെ തമിഴ്നാട് പൊടി. ഇത്രയും കണ്ടോ, ഇത്രയും സാധനങ്ങളാണ്. ശ്രദ്ധിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായി കാണുമല്ലോ. കണ്ടോ, ഗരം മസാല ഒരു നുള്ളി ഇടാവുള്ളൂ. പെരിഞ്ചീരം ഒരു 10-15 എണ്ണം ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. 15 അല്ല 10-20 എണ്ണം കാണും. ഇതേണ്ടോ പെരിഞ്ചീരകം. പെരിഞ്ചീരകമാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഓക്കെ. ഗരം മസാല അരച്ച വേറൊരു ടേസ്റ്റ് ഞാൻ ഇടത്തില്ലാത്ത. പിന്നെ ഒരു നുള്ളി ഇട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചോണ്ട് വരട്ടെ. ഈ ചുമന്നുള്ളി ഇങ്ങനെ 2 കഷ്ണം അരയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ ശകലിച്ച് അരയ്ക്കുമ്പോഴാണ് ടേസ്റ്റ്. ഇനിയിപ്പോൾ വഴറ്റുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും വേണ്ട. പച്ചമുളകും സവാളയും തക്കാളിയും വഴറ്റിയാൽ മതി. ലാസ്റ്റ് പിന്നെ മല്ലിയില ഇടാം കേട്ടോ. ഓക്കെ, അരച്ചുകൊണ്ട് വരാം. അപ്പോൾ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കിയേക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്.
ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, ഒത്തിരി ഒന്നും വേണ്ട. കടുക് ഇട്ട് കൊടുക്കാമേ. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ആ സത്ത് ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളകും സവാളയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാമേ, ആവശ്യത്തിനുള്ള ഉപ്പ്. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും, ഒന്ന് വഴന്ന് വന്നോട്ടെ. എണ്ണയൊക്കെ ഇത്രയും മതി. എണ്ണ ഒരുപാടായാൽ നമുക്ക് ശരീരത്തിന് കേടാ, അതുകൊണ്ട് സൂക്ഷിക്കുവാണെങ്കിൽ നല്ലതല്ലേ. മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പം അങ്ങ് ആയിക്കോളും. തീ കൂട്ടി വെച്ച് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാവേ. തക്കാളി ഇപ്പം ഇടണ്ട, അരപ്പൊഴിക്കാം. അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതൊന്ന് ജാറ് കഴുകിയെടുക്കാം കേട്ടോ. ഇത് ചൂടാകുമ്പോൾ നമുക്കൊന്ന് ജാറ് കഴുകിയെടുക്കാം. ഇത് തീ കുറച്ച് വെച്ച് അരപ്പ് ചൂടാകുന്ന സമയത്ത് നമുക്ക് തീ കുറച്ച് വെച്ച് അരപ്പ് ചൂടാകുന്ന ആ സമയത്ത് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളിയുടെ ആ പുളിയൊന്ന് ഇറങ്ങട്ടെ, വഴറ്റി ചേർക്കണ്ട. ഇങ്ങനെയാണ് നല്ലത് കേട്ടോ. ഇച്ചിരി കൂടെ ചാറ് വേണമെന്ന് തോന്നുന്നു. വേണം, നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഞങ്ങൾക്ക് ഇത്രയും മുട്ടക്കറിയൊന്നും വേണ്ട, ഇതിൻ്റെ പകുതിയുടെ പകുതി മതി. പിന്നെ ഇന്നിവിടെ ഒരു കൊച്ച് വരുവേ തൂക്കാനൊക്കെ, അപ്പോൾ അതിനും രാവിലെ കൊടുക്കണ്ടേ. അവൾക്ക് നല്ലതായിട്ട് ഗ്രേവി ഒക്കെ ഇച്ചിരി കൂടുതൽ വേണ്ടിയത്, അപ്പം നമ്മൾ കൊടുക്കുക. പിന്നെ എനിക്ക് പിള്ളേർക്ക് വൈകിട്ട് ചപ്പാത്തിക്ക് ഈ കറി മതിയല്ലോ. സൂക്ഷിച്ച് ആറുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, വൈകിട്ടൊന്ന് ചൂടാക്കിയാൽ മതിയല്ലോ. ഇപ്പോൾ ഇവിടെ ഇരിക്കുക, ഒന്ന് ചൂടാകട്ടെ, അപ്പോഴത്തേക്ക് മുട്ട പൊളിച്ചെടുക്കാം. ഈ ഗ്രേവി ഓക്കെയാണ്. ഞാൻ മുട്ട കീറി 2ആയിട്ട് പൊളന്നായിട്ടിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തെല്ലാം പിടിക്കത്തില്ല. ഇനി നമുക്ക് മല്ലിയില ഇടാം. അങ്ങ് മൂടി വെച്ചാൽ മതി. ഒരു മിനിറ്റ് കഴിയുമ്പോൾ അങ്ങ് തീ ഓഫ് ചെയ്യാം. തീ ഒന്ന് കൂട്ടി ഒന്നിങ്ങനെ ആക്കി കൊടുത്തിട്ട് 3 മുട്ട എന്നാന്ന് വെച്ചാൽ ആരണ്ണ് മുട്ട പുഴുങ്ങിയത് ഇഷ്ടമല്ല കേട്ടോ. ഇത് ആശറിനും എനിക്കും ആ പെങ്കൊച്ചിനും ആരണ്ണ് പുഴുങ്ങി കൊടുത്താൽ ഇഷ്ടമല്ല. വേറെ ചിക്കി പൊരിക്കോ അല്ലെങ്കിൽ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്നോ ബുൾസൈയോ അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. പിന്നെ പുഴുങ്ങിയത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചൂടോടെ ഏത്തപ്പഴവും ചൂടോടെ മുട്ടയും പുഴുങ്ങിയിട്ട് അങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഏത്തപ്പഴത്തിൻ്റെ കൂടെ മുട്ട ഇങ്ങനെ ഫോർക്കെ കുത്തി കഴിക്കാൻ ഇഷ്ടം. ശക്കല ഉപ്പൂടെ മതിയേ, ബാക്കി എല്ലാം ഓക്കെ. കുറച്ച് എന്നാ ടേസ്റ്റാണെന്നറിയാം ഇത്. നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. ഇതിപ്പോൾ ഞാൻ ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും തൃപ്തി വരത്തില്ല. ഞാൻ ഈ വെച്ച പോലെ തന്നെ കടലക്കറി, അതുപോലെ കിഴങ്ങ് കറി, ചിക്കൻ കറി, ബീഫ് കറി എല്ലാം അങ്ങനെ വെക്കാം. ഭയങ്കര ടേസ്റ്റ്. ഇതൊന്ന് ഇങ്ങനെ പൊട്ടി വരട്ടെ. എന്നാണെന്നറിയാമോ, അതിനകത്ത് നല്ല ഗ്രേവി അങ്ങ് കയറുമ്പോഴേ
റെഡി ആവുള്ളൂ. തീ കൂട്ടി വെക്കട്ടെ, എന്നിട്ട് നോക്കട്ടെ, ഉപ്പ് നോക്കട്ടെ. സൂപ്പർ. ഓഫ് ചെയ്യണേ. ഇനി ഒന്നും വേണ്ട. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. ഇന്നലെ ആരാ എന്നോട് ബിജീസ് കിച്ചൺ പറഞ്ഞു, ചോറിന് അത്രയും കറികൾ, അതായത് മുട്ട പൊരിച്ചത്, നമ്മുടെ വാഴച്ചുണ്ട് തോരൻ, പപ്പടം, പിന്നെ എന്തുവാ തിലോപ്പിക്കറി. അപ്പോൾ ഇത്രയും കാണിച്ചു തന്നു. പക്ഷെങ്കിൽ വിളമ്പി കഴിക്കുമെന്ന് പുള്ളിക്കാരി ഓർത്ത് കാണും. പുള്ളിക്കാരത്തിക്ക് അങ്ങനെ വിളമ്പി കഴിക്കുന്നത് കാണാൻ വലിയ ഇഷ്ടമാണ്. കപ്പ വേവിച്ചതും മീൻകറിയും കാണിക്കുന്നതും ഇങ്ങനെ ചോറും കറികളും കാണിക്കുന്നതൊക്കെ ഇഷ്ടം. അത് കഴിച്ച് കാണിക്കുന്ന ഇഷ്ടം. അപ്പോൾ എന്നോട് പറയാം, കഴിച്ചുകൂടെ കാണിക്കുമെന്ന് ഓർത്തെന്ന്. അല്ല, കഴിച്ചുകൂടെ കാണിക്കുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നെന്ന്. ഞാൻ സാധാരണ പണ്ടൊക്കെ അങ്ങനെ കഴിച്ച് കാണിക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇടിയപ്പത്തിൻ്റെ നമുക്ക് കഴിച്ച് കാണിക്കാം. ആഷർ കഴിക്കുമ്പോൾ കാണിക്കാം. ആഷറിനെ ഒത്തിരി ആയില്ല കാണിച്ചിട്ട്. പ്രീതി തിരക്കുന്നുണ്ടായിരുന്നു, ആഷറിനെ കാണിക്കുന്നില്ലോ എന്ന്. ഓക്കെ, അപ്പോൾ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം. ഇതുപോലെ മുട്ടക്കറി വെച്ച് കഴിക്കാൻ പറയണം എല്ലാവരോടും. ഞാനിത് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരാത്ത, ഞാൻ ഒരു ടീസ്പൂൺ എണ്ണയല്ലേ ഒഴിച്ചുള്ളൂ വഴറ്റാൻ, അതുകൊണ്ടാണ് കേട്ടോ. എണ്ണ അധികം ഉപയോഗിക്കില്ല. പിന്നെ ഇന്നലെ ഞാൻ വൈകി രാത്രിയിലൊരു 11:30 ആയെന്ന് തോന്നുന്നു ഒരു വീഡിയോ ഇട്ടു. എൻ്റെ നരച്ച മുടി ഞാൻ കറുപ്പിക്കുന്നത് എങ്ങനെയാണ്. നരച്ച മുടി ഞാൻ മൈലാഞ്ചി തേച്ച് കറുപ്പിക്കുന്ന വിധം പറഞ്ഞു തന്നായിരുന്നല്ലോ. അത് അങ്ങനെ കറക്കത്തില്ല, ബ്രൗൺ കളറിലിരിക്കത്തേ ഉള്ളൂ. മൈലാഞ്ചിയുടെ കളറിലിരിക്കത്തേ ഉള്ളല്ലോ, ഡാർക്ക് ബ്രൗൺ ആയിട്ട്. പക്ഷെങ്കിൽ എൻ്റെ മുടി എപ്പോഴും കറുത്തല്ലേ ഇരിക്കുന്നത്. അതായത് ഞാൻ മൈലാഞ്ചിയും തേക്കാറുണ്ട്, നീലയമരി, പിന്നെ നെല്ലിക്കാപ്പൊടി, അങ്ങനെയൊക്കെ ഞാൻ തലയിൽ വല്ലപ്പോഴും ഒക്കെ തേക്കാറുണ്ട്. അത് തേക്കുന്ന ദിവസം നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. അല്ലാതൊന്നും എന്നും തേരൊന്നും ഇല്ല കേട്ടോ, മടിയ. പക്ഷേങ്കിൽ ഞാൻ മാസത്തിലൊന്ന് ഡൈ ചെയ്യാറുണ്ട്. അതായത് പിന്നെ നമ്മൾ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന 2019 മുതൽ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അതാ എൻ്റെ മുടി എപ്പോഴും കറുത്തിരിക്കുന്നത്. എൻ്റെ മുടി ഒരു 45 വയസ്സൊക്കെ കഴിഞ്ഞപ്പം ചെറുതായിട്ട് നര വരാൻ തുടങ്ങിയത്. അതായത് ഒരു 6 വർഷമായിട്ട്. അപ്പം ചെറുതായിട്ട്, വലുതായിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ഹസ്ബൻഡ് നിർബന്ധിച്ചിട്ട് ഈ സാധനം വാങ്ങിച്ച് തേച്ചായിരുന്നു കേട്ടോ. ഒരു പ്രശ്നവും ഇല്ല. എനിക്കിപ്പം 5 വർഷമായിട്ട് 2019 ആദ്യം തേക്കാൻ തുടങ്ങി. 5 വർഷമായിട്ട് എനിക്ക് ഇപ്പം ഞാനിത് തേക്കുന്നുണ്ട്. ഒരു പ്രശ്നവും ഇല്ല. നാച്ചുറലായിട്ട് മുടി നാച്ചുറലായിട്ടിരിക്കും. നമ്മളുടെ പിന്നെ തല കരിക്കട്ട പോലൊന്നും ഇരിക്കുകയല്ല. നമ്മൾ തേച്ചിട്ടുണ്ടെന്നേ അറിയാലോ. അതുകൊണ്ട് ഇന്ന് വരെ എന്നോട് ആരും ഡൈ തേച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടേ ഇല്ല. ആരും ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ ഈ ഇത് തേക്കുന്നതുകൊണ്ട് നാച്ചുറലായിട്ട് മുടിയിരിക്കുക. എൻ്റെ മുടി എങ്ങനെയോ അങ്ങനെ തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നരയുണ്ടെന്നോ അല്ലെങ്കിൽ നര മറച്ചോ ഡൈ തേച്ചോ ഒന്നും ആരും അറിയുന്നില്ല ഈ 5 വർഷമായിട്ട്. അപ്പോൾ അത് നിങ്ങളെ ഞാൻ ഇന്നലെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്, പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ തേച്ചാൽ മതി. എല്ലാവരും ഡൈ തേക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം എന്നാ വെച്ചാൽ എനിക്ക് പേടിയായിരുന്നു. അതുപോലെയല്ലേ എല്ലാവരും. അപ്പം നിങ്ങൾക്ക് 5 വർഷമായിട്ട് എനിക്ക് കുഴപ്പമില്ല, ദൈവം സഹായിച്ച്. അപ്പം നിങ്ങൾക്കും കുഴപ്പം വരത്തില്ലായിരിക്കും. അതുകൊണ്ട് അത് തേച്ചോളൂ. കാരണം കരിക്കട്ട പോലെ ഇരിക്കത്തില്ല. കരിക്കട്ട പോലെയൊക്കെ ഇരിക്കുന്നതുകൊണ്ടും അലർജി വരുന്നതുകൊണ്ടും എല്ലാവർക്കും പേടിയല്ല, വേറൊന്നുമല്ല. അപ്പം എനിക്ക് എൻ്റെ മുടി കരിക്കട്ട പോലല്ലേ ഇരുന്നേ, നാച്ചുറൽ കളറിലിരുന്നു. പിന്നെ എനിക്ക് അലർജിയും ദൈവം സഹായിച്ച് വന്നില്ല. അപ്പം നിങ്ങൾ അത് ഇന്നലെ രാത്രി ഞാനിട്ട വീഡിയോ കണ്ടു നോക്ക്. പിന്നെ ഹസ്ബൻഡിൻ്റെ മുടിയും അങ്ങനെ തന്നെയാണ്. മുടി വളരുകയും ചെയ്യും കേട്ടോ. പൊഴിയത്തുമില്ല, ഒന്നുമില്ല, ഒരു സൈഡ് എഫക്റ്റും ഇല്ല. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അപ്പം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കരയുമ്മ. ആഷർ എഴുന്നേറ്റില്ല. ഞാൻ എന്നാൽ കഴിച്ച് കാണിക്കാം കേട്ടോ. മുട്ടക്കറിയും
എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ണി. മുട്ടക്കറി ചൂടുണ്ട്. കഴിക്കട്ടെ. വായിലോട്ട് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ തക്കാളിയും കൂടെ എടുക്കട്ടെ. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റ്. ഞാൻ ഈ വെച്ച പോലെ തന്നെ വെച്ച് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നെ തള്ളിച്ചു. ആ തക്കാളി വഴറ്റി അതിൻ്റെ ഇത് കളയണ്ടെന്ന് പറഞ്ഞത്. ഇങ്ങനെ ഇത്രയും മതി, തക്കാളിക്കകത്ത് ഗ്രേവി എല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പം അത് ഒരു ചെറിയ പുളിയോടെ ആ തക്കാളിയും ഈ ഗ്രേവിയും ഇതെല്ലാം കൂടെ കഴിക്കുമ്പോൾ ഇതിൽ പ്രത്യേക ടേസ്റ്റാണ്. തക്കാളിയുടെ പുളിയും ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് സാധാരണ മുട്ടക്കറിയൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷെങ്കിൽ ഇങ്ങനെ എനിക്കിഷ്ടമാണ്. സൂപ്പറാണ്. അതുപോലെ ഇങ്ങനെ ഗ്രേവി ഒഴിച്ചാലൊന്നും എനിക്കിഷ്ടപ്പെടാത്തതാണ്. പക്ഷെ ഈ ഗ്രേവി ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, ഇതുപോലെ നിങ്ങൾ എന്ത് കറിയും വെച്ച് നോക്കണേ. കടലയോ പൊട്ടറ്റോ കറിയോ, പൊട്ടറ്റോ ക്യൂബായിട്ട് അരിഞ്ഞിട്ട്, പിന്നെ ചിക്കനും ഒക്കെ വെക്കാം ഇങ്ങനെ. ചെമ്മീൻ ഇങ്ങനെ ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ല. ചെമ്മീനും മാങ്ങായും കറി വെക്കുന്ന പോലെ തേങ്ങ അരച്ച് അങ്ങനെ വെച്ചിട്ടുള്ളൂ, ഇങ്ങനെ വെച്ചിട്ടില്ല. മറ്റുള്ള മീനൊക്കെ വെച്ചാൽ ഇഷ്ടമാണ്. ഇതുപോലെ വെച്ചാൽ നല്ലതായിരിക്കും. കാരണം ഫിഷ് മോളി പോലെയൊക്കെ, ഫിഷ് മോളി ഇങ്ങനെയല്ല, ഒരു മപ്പാസ് പോലെ. ഫിഷ് മോളി വേറെ, മപ്പാസ് വേറെ. ഇതിപ്പം ഒരു മപ്പാസ് പോലെ മീൻ വറുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുമ്പം മുട്ട എടുത്തിട്ട് ആ സ്ഥാനത്ത് മുട്ട നമ്മൾ പുഴുങ്ങിയ മുട്ട എടുത്ത് ഇങ്ങോട്ട് ചട്ടിയിലോട്ട് ഉരുളിയിലോട്ട് ഇട്ടില്ലേ, ആ സമയത്ത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ആക്കിയെടുത്ത മീൻ അതങ്ങോട്ട് ആ മുട്ടയിടുന്ന ആ സമയത്ത് ആ മീൻ അങ്ങോട്ട് ഇടുക. അപ്പം നല്ലൊരു മപ്പാസാവും മീൻ കറി. ഈ കരിമീൻ, തിലോപ്പി, നന്മീൻ അങ്ങനെയൊക്കെ അല്ല, ഫിഷ് മോളി അല്ലാതെ മപ്പാസ്. ചിലർ ഫിഷ് മോളിക്ക് മപ്പാസ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് യൂട്യൂബിൽ തന്നെ. ഫിഷ് മോളി വേറെ, മപ്പാസ് വേറെ. അപ്പോൾ ഇത് ആസ്വദിച്ച് കഴിച്ചിട്ട് ഓക്കേ.